ഹായ് ഫ്രണ്ട്സ്, NTA NET JRF Commerce പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഈ ചാനലിലൂടെ നൽകി വരുന്ന ക്രാഷ് കോഴ്സിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. തികച്ചും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാവുക. വളരെ എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകും. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് നിങ്ങൾ ഈ ചാനൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തികച്ചും ഫ്രീ കോഴ്സ് ആയതിനാൽ എല്ലാവരും വീഡിയോകൾ കാണുക. അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ഇത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കീ ഫോക്കസിങ് ഏരിയ ഇൻ ദിസ് subject is non-performing assets. Very important aspects, non-performing assets, that is NPA. Then insurance and the principles of insurance, IRDA, Insurance Regulatory and Development Authority, that is the highest authority in the insurance sector. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI related important points, then capital adequacy ratio, then the presidency banks to SBI. These area we have to be discussed. ഇത്രയും ഏരിയകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. തികച്ചും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, നമുക്ക് വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. Okay, first one is non-performing assets. What do you mean by non-performing assets? എന്താണ് non-performing assets അല്ലെങ്കിൽ NPA എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Very important aspects. Those assets which ceases to generate income for the bank. Note this. ചില അസറ്റുകൾ ബാങ്കിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാത്ത ചില അസറ്റുകളെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അല്ലെങ്കിൽ NPA എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്കിത് പഠിക്കാം. ഓക്കെ, നിവിൻ എന്ന് പറയുന്ന ഒരാള്, നോട്ട് ദിസ്, നിവിൻ എന്ന് പറയുന്ന ഒരാള് ഒരു ലോൺ എടുത്തു, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, 1,00,000 രൂപയുടെ ലോൺ എടുത്തു. നോട്ട് ദിസ്, 1 lakh rupees ലോൺ എടുത്തു. ഡ്യൂ ടു സം റീസൺ ഹി cannot മേക്ക് പേയ്മെന്റ് വിത്തിൻ 90 days. 90 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് അത് തിരിച്ചടക്കാൻ വേണ്ടി പറ്റിയില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് കമ്പോണന്റ് ഒന്നും തന്നെ തിരിച്ചടക്കാൻ വേണ്ടി പറ്റിയില്ല. ഇദ്ദേഹം 1,00,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. നിവിൻ എന്ന് പറയുന്ന ആൾ 1,00,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ചില കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് ലോൺ തിരിച്ചടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. നോട്ടീസ്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ബാങ്ക് കാണിക്കും. ദാറ്റ് ഈസ് അസറ്റ്സ് വിച്ച് ceases to generate income for the bank. ബാങ്കിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാത്ത അസറ്റുകളെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ എന്ന് പറയുന്നത് ലോൺ എന്ന് പറയുന്ന ഒന്ന് നിവിൻ എടുത്തിരിക്കുന്നു, ഈ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്നു. ലോൺ എന്ന് പറയുമ്പോൾ അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ്. അത് തിരിച്ചു കിട്ടുന്ന, അതിന്റെ ഇൻട്രസ്റ്റ് കമ്പോണന്റ് അടക്കം ബാങ്കിന് തിരിച്ചു കിട്ടുന്നത് കൊണ്ട് തന്നെ അതൊരു അസറ്റ് ആണ്. നിവിനെ സംബന്ധിച്ചിടത്തോളം ലോൺ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റിയാണ്, തിരിച്ചടക്കേണ്ടതാണ്, അതൊരു ലാബിലിറ്റിയാണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നിവിൻ 90 ദിവസമായിട്ടും ഇതിൽ തിരിച്ചു ഒന്നും തന്നെ അടക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ 90 ദിവസത്തിന് മുകളിലും ഇങ്ങനെയുള്ള അസറ്റ് തിരിച്ചടക്കുന്നില്ല, അസറ്റിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ല, ഒന്നും തന്നെ കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ceases to generate income. അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഈ അസറ്റുകളെ നമുക്ക് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ ആണ് കൊടുത്തത്. നിവിൻ എന്ന് പറയുന്ന ആൾ ഒരു ബാങ്കിൽ നിന്ന് 1,00,000 രൂപ ലോൺ എടുത്തു. അദ്ദേഹത്തിന് 90 ദിവസത്തിന് അടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മോർ ദാൻ 90 ഡേ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ലോൺ തിരിച്ചടച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. 90 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചടക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് നമ്മൾ വിലയിരുത്തും. ഓക്കെ, മോർ ദാൻ 90 days ഈസ് ടേക്കൺ ആസ് NPA വിച്ച് ceases. നോട്ടീസ് പോയിന്റ്, ceases എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇൻകവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ceases to, അതിൽ നിന്നും ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ദാറ്റ് ഈസ് ceases. ഓക്കെ, ദെൻ ഇതിനെ കുറച്ച് ക്ലാസിഫിക്കേഷൻ, ഇതാണ് UGC NET JRF എക്സാമിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു മറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ ആൻസർ ചെയ്യാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ടൈപ്പ് ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ വേണ്ടി പറ്റും. സ്റ്റാൻഡേർഡ് അസറ്റ്സ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്. വളരെ റിപ്പീറ്റഡ് നേച്ചറുള്ള ചോദ്യമാണ്. നോക്കാം നമുക്ക്.
സ്റ്റാൻഡേർഡ് അസറ്റ്സ് അതിന്റെ പേരിൽ തന്നെ ഉണ്ട് സ്റ്റാൻഡേർഡ്, ഒരു പ്രശ്നവും ഇല്ലാത്ത അസറ്റ്, അതായത് 90 ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കുന്നത്. ഇവിടെ എക്സാമ്പിളിൽ നിവിൻ എന്ന് പറയുന്ന ആള് 90 ദിവസത്തിനുള്ളിൽ ലോണുകളൊക്കെ തിരിച്ചടക്കുകയാണ്, അതിന്റെ ഇൻട്രസ്റ്റ് കമ്പോണന്റ് ഒക്കെ തിരിച്ചടക്കുകയാണ്, ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് അസറ്റ് അല്ലെങ്കിൽ നോ പ്രോബ്ലം അസറ്റ്സ്. ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല, കാരണം അസറ്റ് തിരിച്ചടക്കുന്നുണ്ട്. ദെൻ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, 90 ദിവസം മുതൽ 12 മാസം വരെ തിരിച്ചടക്കാത്ത അസറ്റുകളെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നിവിൻ എന്ന് പറയുന്ന ആള് 90 ദിവസത്തിനുള്ളിൽ ലോൺ എടുത്ത് അടക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, 90 ദിവസത്തിനുള്ളിൽ ലോൺ എടുത്ത് അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ 90 ദിവസത്തിനും 12 മാസം, അതായത് 90 ദിവസത്തിനും 1 വർഷത്തിനും ഇടയിൽ ലോൺ അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ അതിനെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, നോട്ട് ദിസ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്. ദെൻ ഒരു വർഷത്തിന് മുകളിലാണ് ലോൺ അടക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരുന്നത് എങ്കിൽ അതിന് ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറയാൻ വേണ്ടി വരും. അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ ഡൗട്ട്ഫുൾ, കിട്ടുമോ എന്ന് ഉറപ്പില്ല, ദാറ്റ് ഈസ് ഡൗട്ട്ഫുൾ അസറ്റ്സ്. ദെൻ ലോസ് അസറ്റ്സ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ടൈപ്പ് ഓഫ് അസറ്റ്സിനെ നമുക്ക് ലോസ് അസറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദീസ് ആർ ദ ടൈപ്സ് ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. വളരെ സിമ്പിൾ എക്സാമ്പിളിലൂടെയല്ല നമ്മളിപ്പോൾ പഠിച്ചത്. ഇവിടെ ഒരു നിവിൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം 90 ദിവസത്തിനുള്ളിൽ ലോൺ അടക്കുകയാണ് എങ്കിൽ അത് സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ദാറ്റ് ഈസ് നോ പ്രോബ്ലം അസറ്റ്സ്. അദ്ദേഹം 1 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണിന്റെ ഇൻട്രസ്റ്റ് കമ്പോണന്റ് ഒക്കെ 90 ദിവസത്തിനുള്ളിലൊക്കെ അടച്ച് തുടങ്ങുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആണ്. അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം മുതൽ 1 വർഷം വരെ 90 days to 12 months വരെ ലോൺ തിരിച്ചടക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് നമുക്ക് വിലയിരുത്താം. ദെൻ ഡൗട്ട്ഫുൾ അസറ്റ്സ് മോർ ദാൻ 12 months, 1 ഇയറിൽ കൂടുതൽ ലോൺ തിരിച്ചടക്കാൻ വേണ്ടി പറ്റുന്നില്ല, 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ ലോൺ അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ 1 ഇയറിൽ കൂടുതലാണ് ലോൺ തിരിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എടുക്കുന്നതെങ്കിൽ അതിന് ഡൗട്ട്ഫുൾ അസറ്റ്സ്, അതിന്റെ പേരിൽ തന്നെ ഡൗട്ട്ഫുൾ ആണ്, കിട്ടുമെന്ന് ഉറപ്പില്ല. ദെൻ ലോസ് അസറ്റ്സ്, ദാറ്റ് ഇസ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ടൈപ്പ് ഓഫ് അസറ്റ്സിനെ നമുക്ക് ലോസ് അസറ്റ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. These are the 4 types of non-performing assets. Very repeated nature ചോദ്യമാണ് ഇത്. സാധാരണഗതിയിൽ ചോദിക്കുന്നത് ഇതിന്റെ ടൈം പീരീഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ വേണ്ടി പറയാം. ആദ്യം സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആണ് വരിക, ദെൻ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ദെൻ ഡൗട്ട്ഫുൾ അസറ്റ്, ദെൻ ലോസ് അസറ്റ്സ്. ഇതിന്റെ ഓർഡർ തെറ്റിച്ച് തരും. എന്നിട്ട് ഇത് കറക്റ്റ് ഓർഡറിലേക്ക്, ശരിയായ ഓർഡറിലേക്ക് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലേക്കൊക്കെ മാറ്റുക, ഡിസെൻഡിങ് ഓർഡറിലേക്കൊക്കെ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യത്തിലുണ്ടാവും. അപ്പൊ ഇതിന്റെ ഓർഡറും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. തികച്ചും എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഗ്യാരണ്ടി ടൈപ്പ് ചോദ്യമാണ്. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇൻഷുറൻസ്, വെരി ഈസി ആസ്പെക്ട്. ഇൻഷുറൻസ് എന്താണ്? ഇൻഷുറൻസ് എന്ന് നമുക്കറിയാം, കവറേജ് ഓഫ് റിസ്ക് കവറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒരു പർട്ടിക്കുലർ മാറ്ററിൽ റിസ്ക് കവറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയാൻ വേണ്ടി പറ്റുക. പേഴ്സൺ ഹു ടേക്കിംഗ് ദ ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുർഡ്. നോട്ടീസ്, ഏത് പേഴ്സൺ ആണോ ഇൻഷുറൻസ് എടുക്കുന്നത് അയാളെ ഇൻഷുർഡ് എന്ന് പറയാം. ഏത് ആളാണ്, ഏത് കമ്പനിയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത് അവരെ ഇൻഷുറർ എന്നും പറയാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹു ടേക്കിംഗ് ദ ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുർഡ് ആൻഡ് the company who's given insurance is called insurer. Okay, this one, principles of insurance. This one was very important. As considered to UGC NET JRF exam in commerce subject, these principles are very much important. Banking and insurance എന്ന ഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ 7 പ്രിൻസിപ്പിൾ അല്ലേ. 7 principles of insurance. ഓരോന്നും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വളരെ സിംപ്ലിഫൈഡ് റിയൽ ലൈഫ് എക്സാമ്പിൾസിലൂടെ നമുക്കിത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. നോട്ട് ദിസ്, മിറ്റിഗേഷൻ ഓഫ് ലോസ്. എ എന്ന് പറയുന്ന ഒരാൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹം ഫയർ ഇൻഷുറൻസ് ആണ് എടുത്തത്. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്ക് ഫയർ ഇൻഷുറൻസ് അദ്ദേഹം എടുത്തു. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്ക് പെട്ടെന്ന് തീ പിടിച്ചു. അദ്ദേഹം അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും തന്നെ ചെയ്തില്ല. തീ പിടിക്കുന്നത് കണ്ടിട്ട് ഒന്നും തന്നെ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ഷോപ്പിന് തീ പിടിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ഒന്നും തന്നെ ചെയ്തില്ല. കാരണം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാവാം അദ്ദേഹം ഒന്നും ചെയ്യാതിരുന്നത്. ഇവിടെ അദ്ദേഹത്തിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല. കാരണം
മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്ന പ്രൊസീജിയർ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവണം. അതായത് ലോസ് കുറക്കാൻ വേണ്ടിയിട്ട്, റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവണം. അതായത് ഇൻഷുർഡ്, ഇവിടെ ഇൻഷുറൻസ് എടുത്ത ആള് എ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഷോപ്പിന് തീ പിടിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വെറുതെ നോക്കി നിന്നു. കാരണം ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാവാം. ഓക്കെ, ഇവിടെയുള്ള സാഹചര്യത്തിൽ മിറ്റിഗേഷൻ ഓഫ് ലോസ് കുറക്കാൻ വേണ്ടി ഇൻഷുർഡും തയ്യാറാണ്. ഇൻഷുറൻസ് കമ്പനി മാത്രം ശ്രമിച്ചാൽ പോരാ, ഇൻഷുറൻസ് എടുക്കുന്ന ആളും അദ്ദേഹം മാക്സിമം തന്നെ ട്രൈ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റിഗേഷൻ ഓഫ് ലോസ്, നഷ്ടം കുറക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്ത പാർട്ടി എപ്പോഴും തയ്യാറാണ്. ദാറ്റ് ഈസ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. Then next one is insurable interest. What do you mean by insurable interest? താല്പര്യം വേണം. ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് താല്പര്യം വേണം. ഒരു ഭീഷണിയുടെ പുറത്തോ അങ്ങനെ ഒന്നും തന്നെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പാടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പാടുകയുള്ളൂ. Then next point is contribution. What do you mean by contribution? ഒരു കാര്യത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികളെ സമീപിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രോപ്പർട്ടിക്ക് ഇൻഷുറൻസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, പെട്ടെന്ന് ആ ഇൻഷുറൻസ് ലഭിക്കുകയാണ് എങ്കിൽ, ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനികളൊക്കെ ഒരു റേഷ്യോ വെച്ച്, നോട്ടീസ്, ഒരു റേഷ്യോ വെച്ചിട്ടാണ് തിരിച്ച് ഇൻഷുറൻസ് എടുത്ത ആൾക്ക് കൊടുക്കുക. അതായത് ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ ഒരു 90,000 എമൗണ്ട്, 90,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. 90,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. നോട്ടീസ്, 90,000 റുപ്പീസ് 90,000 റുപ്പീസ് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക. നോട്ടീസ്, 90,000 റുപ്പീസ് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു കമ്പനിയിൽ നിന്നും 90,000 റുപ്പീസിന് ഇൻഷുറൻസ് എടുത്തു, മറ്റൊരു കമ്പനിയിൽ നിന്ന് 30,000 ഇൻഷുറൻസ് എടുത്തു. ഒരു മാറ്ററിൽ തന്നെയാണ് ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്പനി ഇവിടെ ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോവിനനുസരിച്ചാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക, തിരിച്ച് എമൗണ്ട് കിട്ടുക. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ. സം റേഷ്യോസിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇൻഷുറൻസ് കിട്ടുക. കോസ് അപ്രോക്സിമ. നെക്സ്റ്റ് വൺ ഈസ് കോസ് അപ്രോക്സിമ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കോസ് അപ്രോക്സിമ. നിയറസ്റ്റ് കോസ്, ദാറ്റ് ഈസ് കോസ് അപ്രോക്സിമ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുത്തു, ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരുപാട് ഇൻഷുറൻസ് നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഷോപ്പിന് പെട്ടെന്ന് തീ പിടിച്ചു. ഓക്കെ, പെട്ടെന്ന് തീ പിടിച്ചു. തീ പിടിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ വെള്ളപ്പൊക്കം വന്ന് വെള്ളം കയറി നശിക്കുകയും ചെയ്തു. നിങ്ങളുടെ മെഷീനറി, അതുപോലെ തന്നെ ആ ഷോപ്പിലുണ്ടായിരുന്ന മെഷീനറി ഒക്കെ നശിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും നിയറസ്റ്റ് കോസിനാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുക. ഒന്നിൽ കൂടുതൽ റീസൺ ഉണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് സംഭവിച്ചതാണ്, നമ്മളിവിടെ വെള്ളം കയറിയ സംഭവമാണ് ഏറ്റവും നിയറസ്റ്റ് സംഭവിച്ചത്. ഏറ്റവും നിയറസ്റ്റ് കോസിനാണ് ഇവിടെ എന്ത് ചെയ്യുക, ഇൻഷുറൻസ് ഫെസിലിറ്റി നമുക്ക് കിട്ടുക. അതാണ് കോസ പ്രോക്സിമ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് റീസൺ ആണ് കോസ പ്രോക്സിമ എന്ന പ്രിൻസിപ്പൽ പ്രകാരം നമുക്ക് എന്ത് കിട്ടാം, ഇൻഷുറൻസ് ഫെസിലിറ്റി കിട്ടുക. ദെൻ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരസ്പര വിശ്വാസം വേണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, ഒരു പേഴ്സൺ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങളുണ്ട്, അദ്ദേഹം അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ലൈഫ് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പെട്ടെന്ന് മരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്ത കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന പ്രിൻസിപ്പിൾ അദ്ദേഹം ലംഘിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. കാരണം ഇൻഷുറൻസ് കമ്പനിയോട് അദ്ദേഹം ഒന്നും തന്നെ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ രോഗങ്ങളെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ദാറ്റ് ഈസ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ദെൻ സബ്രഗേഷൻ. വാട്ട് യു മീൻ ബൈ സബ്രഗേഷൻ? ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പ്രോപ്പർട്ടിക്ക് ഫയർ ഇൻഷുറൻസ് എടുത്തു, ആ പ്രോപ്പർട്ടിക്ക് തീ പിടിച്ചു. അതായത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, നിങ്ങൾ ഇങ്ങനെ മാത്രം ചിന്തിക്കുക, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് നിങ്ങൾ ഒരു ഫയർ ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ തുണികളെല്ലാം നശിച്ചു പോയി. തീ വന്ന് ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ തുണികളെല്ലാം നശിച്ചു പോയി. ഹിയർ ഇൻഷുറൻസ് കമ്പനി എന്ത് കൊടുക്കും? അതായത് ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കൊടുക്കും. ഇവിടെ കത്തി നശിച്ചത് കാരണം ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കൊടുക്കും. ദെൻ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരുപാട് തുണികൾ തീ കാരണം കത്തി നശിച്ചിട്ടുണ്ടാവും.
ചില തുണികൾ പാർഷ്യലി കത്തിയിട്ടുണ്ടാവും, പകുതി കത്തി നശിച്ചിട്ടുണ്ടാവും, ചില തുണികൾ മുഴുവനായി കത്തി നശിച്ചിട്ടുണ്ടാവും, ചിലത് കത്തി നശിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ഈ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാവുന്ന തുണികളൊക്കെ ഇൻഷുറൻസ് കമ്പനി എടുക്കും. ഇൻഷുറൻസ് കമ്പനി എടുത്തിട്ട് അത് ലേലത്തിൽ വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനി പണം നേടിയെടുക്കും. ഓക്കെ, ഹിയർ ഈസ് സബ്രഗേഷൻ. ദാറ്റ് ഈസ് സബ്രഗേഷൻ. വളരെ സിമ്പിൾ ആണ്. ആദ്യം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് തീ പിടിച്ചു എന്ന് വിചാരിക്കുക. ആ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയ്ക്ക് ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കും. ദെൻ അവിടെ കത്തി നശിച്ച തുണികളൊക്കെ ഇൻഷുറൻസ് കമ്പനി തന്നെ എടുത്തു പോയി അവരെന്ത് ചെയ്യും, ലേലത്തിലൊക്കെ വെച്ച് പണം ഉണ്ടാക്കി ഇൻഷുറൻസ് കമ്പനി എടുക്കും. കാരണം ഇവിടെ ഒരു കാരണം എന്ന് പറയുന്നത് ഡാമേജ്ഡ് പ്രോപ്പർട്ടി ഇവർക്ക് ആവശ്യമില്ല. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിന് ഡാമേജ്ഡ് പ്രോപ്പർട്ടി ആവശ്യമില്ല. അവർ നല്ല പ്രോപ്പർട്ടി മാത്രമേ വിൽക്കാൻ ഉദ്ദേശിക്കുള്ളൂ. ഡാമേജ്ഡ് പ്രോപ്പർട്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ള എമൗണ്ട് ഒക്കെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഹിയർ ഡാമേജ്ഡ് പ്രോപ്പർട്ടി ഗോ ടു ഇൻഷുറർ. ഇൻഷുററിന്റെ കയ്യിലേക്ക് പോകും. ഇൻഷുറർ അതിൽ നിന്നും നല്ലത് നോക്കി വിറ്റ് പൈസ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ ഇൻഡെമിനിറ്റി. നോട്ട് ദിസ് പോയിന്റ്. UGC നെറ്റ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓൾ ദ കോൺട്രാക്ട് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൾഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയാം. നോക്കാം, ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള എല്ലാ കോൺട്രാക്റ്റുകളും കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോസ് നികത്തി കൊടുക്കുന്നതിനെയാണ്, നഷ്ടം നികത്തി കൊടുക്കുന്നതിനെയാണ് ഇൻഡെമിനിറ്റി എന്ന് പറയാം. ഒരു നഷ്ടം നികത്തി കൊടുക്കുക. നമുക്ക് ലൈഫ് ഇൻഷുറൻസിന് ഒരിക്കലും നഷ്ടം നികത്തി കൊടുക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റൂല. അതിനൊരിക്കലും നമുക്കൊരു ലൈഫിന് ഒരു വാല്യൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് പറയാൻ വേണ്ടി പറ്റൂല. ഒരാളുടെ വാല്യൂ എത്രയാണ്. നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൃത്യമായ കണക്കുണ്ടാവും. പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ എത്രയാണ് നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റുക. അത് നഷ്ടം നികത്തി കൊടുക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റുക. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊരു നഷ്ടം നികത്തി കൊടുക്കുന്ന പ്രോസസ് ആയതുകൊണ്ടാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം നികത്തി കൊടുക്കുക എന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾ ദ കോൺട്രാക്ട് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൾഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള എല്ലാ കോൺട്രാക്റ്റുകളെയും കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദീസ് ആർ ദ type of principles of insurance. These are the principles of insurance. Very important questions. ഈ പോയിന്റുകൾ സാധാരണഗതിയിൽ ഒരു 4 ഓപ്ഷൻസിൽ തരാറുണ്ട്. ഈ ഓപ്ഷൻസിൽ തന്നിട്ട് ഇത് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ ആണോ, ഇതിൽ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ചില സാഹചര്യങ്ങളിൽ ഓരോ പോയിന്റുകൾ എടുത്ത് അസേർഷൻ റീസണിങ് ടൈപ്പ് ചോദ്യങ്ങൾക്കും ചോദിക്കാം. വളരെ ക്ലിയർ ആയിട്ട് ബേസ് മീനിങ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് നീങ്ങാം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, ദാറ്റ് ഈസ് IRDA. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, IRDA. IRDAയുടെ ഫുൾ ഫോം എഴുതി വെക്കാം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ദെൻ IRDA ആക്ട് വരുന്നത് 1999 പക്ഷെ അത് പ്രാബല്യത്തിൽ വരുന്നത് 2000 ഏപ്രിൽ 2000 IRDA ആക്ട്, നോട്ട് ദിസ്, IRDA ആക്ട് വരുന്നത് 1999 പക്ഷെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് ഏപ്രിൽ 2000 നോട്ട് ദിസ്. 2 ഇയറുകൾ ഓർത്തു വെക്കാം. ഓക്കെ, 2 years ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അപ്പെക്സ് ബോഡി ഇൻ ദ ഇൻഷുറൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഷുറൻസിന്റെ ഒക്കെ അപ്പെക്സ് ബോഡിയാണ് ഏതെന്ന് പറയുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ദ ചെയർപേഴ്സൺ ഈസ് സുഭാഷ് ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി പറയാനുള്ളത്. ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. ദീസ് പോയിന്റ്സ് ആർ ടു ബി വെരി സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ ഓർത്തു വെക്കണം. ഈ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയായി. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായിട്ട് അപ്പെക്സ് ബോഡി ഇൻ ദ ഇൻഷുറൻസ് സെക്ടർ. IRDA Act in 1999 and it is incorporated in the year April 2000. Okay, IRDA ആക്ട് 1999 വരുന്നത്. പക്ഷേ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് പ്രാബല്യത്തിൽ വരുന്നത് ഏപ്രിൽ 2000. Okay, then headquarters is located in Hyderabad. Subhash Chandra is the chairperson of IRDA. Then RBI, Reserve Bank of India. The central bank of our country. Not this, central bank of our country. Central Bank of India. Okay. RBI Act വരുന്നത് 1934 പക്ഷേ RBI commenced its operation in 1st April 1935. Note that RBI Act വരുന്നത് 1934
RBI ഓപ്പറേഷൻ കമൻസ് ചെയ്യുന്നത് 1935 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. നോട്ട് ദിസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരി റിപ്പീറ്റഡ് നേച്ചർ ചോദ്യമാണ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്, റെക്കമെൻഡേഷൻ പ്രകാരമാണ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടന്നു വരുന്നത്. ഓക്കെ, RBI started its function as a private sector bank. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ടാണ് RBI ആദ്യം വന്നത്, സ്വകാര്യ ബാങ്ക് ആയിട്ടാണ് RBI ആദ്യം വന്നത്. ദെൻ നാഷണലൈസ് ചെയ്യപ്പെട്ടു. ഏത് ആക്ട് പ്രകാരമാണ് RBI നാഷണലൈസ് ചെയ്ത് ഗവൺമെന്റ് സെക്ടറിലേക്ക് മാറിയത് എന്ന് നമുക്ക് നോക്കാം. RBI ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948 പ്രകാരമാണ് RBI എന്ത് ചെയ്തത്? RBI ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948 പ്രകാരമാണ് RBI നാഷണലൈസ് ചെയ്തിട്ട് ഗവൺമെന്റ് ബാങ്ക് ആയിട്ട് മാറിയത്. 1949 മുതൽ RBI പബ്ലിക് സെക്ടർ ബാങ്കായി. ഓക്കെ, ടിൽ അതായത് 1949 വരെ RBI ഈസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിരുന്നു. 1949 ജനുവരി 1 മുതൽ RBI ഈസ് എ പബ്ലിക് സെക്ടർ ബാങ്കായി മാറി. RBI പബ്ലിക് സെക്ടർ ബാങ്കായി മാറിയ ആക്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948 പ്രകാരമാണ് RBI പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ട് മാറിയത്. 1949 മുതൽ അത് പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, ദെൻ RBI ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ മുംബൈ. RBI ഗവർണർ ഈസ് ശക്തികാന്ത ദാസ്. നോട്ട് ദാറ്റ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. RBI ഗവർണർ is Shaktikanta Das. RBI headquarters is located in Mumbai. Okay. These are the direct points relating to RBI. Very direct points only. Okay. കൂടുതൽ പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് തിങ്ക് ഇതൊരു ഓവർവ്യൂ മാത്രമാണ്. ഇതൊരു ഡയറക്റ്റ് പോയിന്റ്സ് ആണ്. RBIയുമായി ബന്ധപ്പെട്ടുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഇതിൽ നിന്നും പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഹിൽട്ടൺ യങ് കമ്മീഷൻ RBI is formed. ഏത് റെക്കമെൻഡേഷൻ പ്രകാരമാണ് RBI ഫോം ചെയ്തത്? റെക്കമെൻഡേഷൻസ് ഓഫ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ദെൻ ഏത് ആക്ട് പ്രകാരമാണ് RBI പബ്ലിക് ഓണർഷിപ്പിലേക്ക് മാറിയത്? ഓക്കെ, സ്വകാര്യവൽക്കരണത്തിൽ നിന്നും ഏത് ആക്ട് പ്രകാരമാണ് സ്വകാര്യ ബാങ്കിൽ നിന്നും RBI പബ്ലിക് ബാങ്കായിട്ട് മാറിയത്? പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948 ആണ്. പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948 പ്രകാരമാണ് RBI പബ്ലിക് സെക്ടർ ബാങ്കായി മാറിയത്. RBI പബ്ലിക് സെക്ടർ ബാങ്കായിട്ട് പ്രാബല്യത്തിൽ വരുന്നത് ജാനുവരി 1, 1949 പ്രകാരമാണ്. ഇതൊക്കെയാണ് പ്രധാനമായും UGC നെറ്റ് എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ചോദ്യമാണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, വെരി റിപ്പീറ്റഡ് നേച്ചർ ചോദ്യമാണ്. ഇതിൽ നിന്നും സാധാരണഗതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, one question guarantee in the every UGC net examination in the commerce subject is capital adequacy ratio. Okay, നമുക്ക് നോക്കാം. Adequate amount of capital to deal with the unexpected losses. Note this, adequate amount of capital deals with the unexpected losses. Okay, for example, if the bank has some unexpected losses, പെട്ടെന്ന് ബാങ്കിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കുക, ഇവിടെ സഡൻ ലോസ് സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെയുള്ള ക്യാപിറ്റൽ ഒക്കെ, അവിടെയുള്ള മൂലധനം കൊണ്ട് ആ നഷ്ടം നമുക്ക് നികത്താൻ വേണ്ടി പറ്റുമോ എന്ന കാര്യത്തിനൊക്കെ ആൻസർ ആണ് വേണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതായത് അൺഎക്സ്പെക്ടഡ് ലോസസ് ബാങ്കിന് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബാങ്കിന് അത് തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കുന്നതിനാണ് നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റാം, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ഒക്കെ ഉണ്ട്. ഈ റേഷ്യോ സാധാരണഗതിയിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ തിരിച്ചു മറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് മാച്ച് ദ ഫോളോയിങ്ങിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോന്റെ കറക്റ്റ് ആയിട്ടുള്ള റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ കൊടുക്കും. അത് ഏത് മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് എന്തൊക്കെയാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് നമ്മൾ അറിയണം. എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്നുള്ളത്? നമ്മുടെ ബാങ്കിൽ ചില സാഹചര്യത്തിൽ റിസ്ക് വെയ്റ്റഡ് അസറ്റുകൾ ഉണ്ടാവും. വെയിറ്റിംഗ് അക്കോർഡിംഗ് ടു ദെയർ റിസ്ക് അനുസരിച്ച് അസറ്റുകളെ
കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസിനൊക്കെ ലെസ് റിസ്ക് ആണ്. കാരണം നമുക്കറിയാലോ ഒരു ഗവൺമെന്റ് ജോബിനൊക്കെ കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്, അതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിനൊക്കെ നമ്മുടെ ബാങ്കിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിനൊക്കെ ലെസ് റിസ്ക് ആണ്. അതേസമയം ഹൈ റിസ്ക് ഉള്ള കോർപ്പറേറ്റ് സെക്യൂരിറ്റീസും ഉണ്ട്. കമ്പനിയുടെ സെക്യൂരിറ്റീസിനൊക്കെ ഹൈ റിസ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി വരും. ഇങ്ങനെ റിസ്ക് വെയിറ്റിനനുസരിച്ച് നമ്മുടെ കമ്പനിയിൽ അസറ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, if the risk weighted asset is 1 lakh, 1 ലക്ഷം രൂപയുടെ ഇങ്ങനെയുള്ള റിസ്ക് വെയിറ്റഡ് അസറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ RBI പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് 8% പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, 1 ലക്ഷം രൂപയുടെ റിസ്ക് വെയിറ്റഡ് അസറ്റ്സ്, റിസ്ക് ഉള്ള അസറ്റ് നമ്മുടെ ബാങ്കിലുണ്ട്. ഈ ബാങ്ക് റിസ്ക് ഉള്ള അസറ്റ് ബാങ്കിൽ ഉണ്ട് എങ്കിൽ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ നമ്മുടെ ബാങ്കിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം RBI പറയാണ് 8% ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം ബാങ്ക് ഷുഡ് മെയിൻറ്റെയിൻ എ ക്യാപിറ്റൽ ഓഫ് 8,000 rupees, 8% of 1 lakh. ഓക്കെ, ജസ്റ്റ് തിങ്ക് ഇറ്റ്, 1 ലക്ഷം രൂപയുടെ റിസ്ക് ഉള്ള അസറ്റുകൾ നമ്മുടെ ബാങ്കിലുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നഷ്ടം ഏത് സമയം നഷ്ടം സംഭവിക്കാം. അപ്പോൾ അതിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അല്ലെങ്കിൽ CAR ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ 8% CAR എങ്കിൽ 8,000 രൂപയെങ്കിലും ക്യാപിറ്റൽ ആ ബാങ്കിൽ വേണം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേ ഉള്ളൂ. 1 ലക്ഷം രൂപയുടെ റിസ്ക് വെയിറ്റഡ് അസറ്റ് ഉണ്ടെങ്കിൽ 8,000 രൂപയുടെ ക്യാപിറ്റൽ എങ്കിലും ആ ബാങ്കിൽ വേണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയുടെ ബേസ് മീനിങ് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, നമ്മുടെ റിയൽ ലൈഫിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഏതൊക്കെയാണ് ടയർ 1 ക്യാപിറ്റൽ, ഏതൊക്കെയാണ് ടയർ 2 ക്യാപിറ്റൽ, എന്താണ് റിസ്ക് വെയിറ്റഡ് അസറ്റ്സ്. ഓക്കെ, ഇതിൽ നിന്നും ടയർ 1 ക്യാപിറ്റൽ, ടയർ 2 ക്യാപിറ്റൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കലുണ്ട് എക്സാമ്പിൾ. നമ്മളിപ്പോ കണ്ടല്ലോ അല്ലെ, നമ്മളിവിടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഈസ് ഈക്വൽ ടു ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയിറ്റഡ് അസറ്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ടയർ 1 ക്യാപിറ്റൽ വരിക എന്ന് നമുക്ക് നോക്കാം. ടയർ 1 ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, നിയമപരമായി സൂക്ഷിച്ചു വെക്കേണ്ട റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അസറ്റുകളൊക്കെ വിറ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന റിസർവ്, പെർപ്പച്വൽ ഡെപ്റ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ടയർ 1 ക്യാപിറ്റലിൽ വരിക. സോ നോട്ട് ദിസ് പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് ടയർ 1 ക്യാപിറ്റലിൽ വരിക. ഓക്കെ, ടയർ 2 ക്യാപിറ്റലിൽ വരുന്നത് അൺഡിസ്ക്ലോസ്ഡ് റിസർവ്, ഡിസ്ക്ലോസ് ചെയ്യാത്ത റിസർവുകൾ, അതുപോലെ തന്നെ റീവാലുവേഷൻ റിസർവ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ഇതൊക്കെയാണ് ടയർ 2 ക്യാപിറ്റൽ വരിക. ഇത് ജസ്റ്റ് തിങ്ക് ഇറ്റ്, ജസ്റ്റ് മെമ്മറൈസ് ഇറ്റ്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. നമ്മൾ നെറ്റിന് പഠിക്കുന്ന സമയത്ത്, നെറ്റ് JRF കൊമേഴ്സ് എക്സാമുകളിൽ പഠിക്കുന്ന സമയത്ത് വളരെ ബേസ് മീനിങ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ പറയാൻ വേണ്ടി നമുക്ക് കഴിയണം. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയുടെ ബേസ് മീനിങ് എന്ന് പറയുന്നത് നമുക്ക് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടോ, എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ, എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ലോസസ് വരികയാണെങ്കിൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടോ, ഇതിനുള്ള ആൻസർ ആണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയുടെ ഫോർമുലയും നിങ്ങൾ പഠിച്ചു നോക്കാം. ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയിറ്റഡ് അസറ്റ്സ്. ടയർ 1 ക്യാപിറ്റൽ എന്തൊക്കെയാണ് വരുന്നത്, ടയർ 2 ക്യാപിറ്റൽ എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ കണ്ടു. ദെൻ റിസ്ക് വെയിറ്റഡ് അസറ്റ് എന്താണ് റിസ്ക് വെയിറ്റഡ് അസറ്റ്? റിസ്ക് വെയിറ്റഡ് അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് റിസ്ക്. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, അസറ്റ്സ് റിസ്കിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ലോ റിസ്ക്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് ആർ ഹയർ റിസ്ക്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അതിന്റെ റിസ്കിന്റെ പോയിന്റ് ബേസിൽ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, റിസ്ക് വെയിറ്റഡ് അസറ്റ് ചെയ്യുക. വെയിറ്റ് കൊടുക്കും, ഓരോന്നിനും ഓരോ വെയിറ്റ് കൊടുക്കും. ഓക്കെ, ഹൈ റിസ്ക് ഉള്ളതിന് ഹൈ വെയിറ്റ് കൊടുക്കും, ലോ റിസ്ക് ഉള്ളതിന് ലോ വെയിറ്റ് കൊടുക്കും. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, റേഷ്യോ ഈസ് ഹൈ വെൻ CAR കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റേഷ്യോ ഹൈ ആണെങ്കിൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെന്നാണ് അതിനർത്ഥം. ഓക്കെ, നമ്മുടെ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട്, ലോസ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് റേഷ്യോ ഹൈ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇങ്ങനെയും ചോദിക്കാം. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയാണ് അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെൻ ദ റേഷ്യോ ഈസ് ഹൈ ഇൻ ദ CAR calculation, there is adequate amount of capital in the hands of bank to meet the unexpected losses. Okay, then the ratio is low. Ratio low ആകുന്ന സാഹചര്യങ്ങളിലോ no adequate amount that high risk. Okay,
റേഷ്യോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലും ഇല്ല, അതുപോലെ തന്നെ ഹൈ എമൗണ്ട് ഓഫ് റിസ്കും അവിടെ ഉണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, മിനിമം CAR പ്രിസ്ക്രൈബ്ഡ് ബൈ ദ RBI ഇൻ ദ ലേറ്റസ്റ്റ് നോംസ്. ഓക്കെ, CAR കുറിച്ച് എത്ര ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഓരോ ബാങ്കുകളും കൈവശാവകാശം വെക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പുതിയ കണക്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സിസ്റ്റിംഗ് ബാങ്ക് ആണെങ്കിൽ, നിലവിലുള്ള ബാങ്ക് ആണെങ്കിൽ 9%, അതുപോലെ തന്നെ ന്യൂ ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരികയാണെങ്കിൽ 10%, ദെൻ ബാങ്ക് അണ്ടർടേക്കിംഗ് ഇൻഷുറൻസ് ബിസിനസ് ആണെങ്കിൽ 10%, ലോക്കൽ ഏരിയ ബാങ്കുകൾ ആണെങ്കിൽ 15% ആണ് വരിക കേട്ടോ. 15% ആണ് വരിക. ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, ടൈപ്പിംഗ് പറ്റിയുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. ലോക്കൽ ഏരിയ ബാങ്കുകൾ ആണെങ്കിൽ 15% ആണ് വരിക. 15% ആണ് വരിക. ഓക്കെ, 15% ആണ് വരിക. ഓക്കെ, then presidency banks to SBI. This was very important here. നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വന്നൊരു രീതിയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇയർ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ആദ്യമായി വന്ന ബാങ്കുകളൊക്കെയാണ് പ്രസിഡൻസി ബാങ്ക് എന്ന് പറയുന്നത്. 1806 ബാങ്ക് ഓഫ് ബംഗാൾ വന്നു, 1840 ബാങ്ക് ഓഫ് ബോംബെ വന്നു, 1843 ബാങ്ക് ഓഫ് മദ്രാസും വന്നു. ഈ 3 ബാങ്കുകളെയാണ് നമ്മൾ പ്രസിഡൻസി ബാങ്കുകൾ എന്ന് പറയുന്നത്. നോട്ട് ദിസ്, ഈ 3 ബാങ്കുകളെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി വരും? പ്രസിഡൻസി ബാങ്കുകൾ എന്ന് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഈ 3 പ്രസിഡൻസി ബാങ്കുകളും ഒരു ബാങ്കിൽ ലയിച്ചുകൊണ്ട് ഇമ്പീരിയൽ ബാങ്ക് വന്നു. വളരെ സിമ്പിൾ ആണ്. ആദ്യ കാലത്ത് പ്രസിഡൻസി ബാങ്കുകൾ വന്നു. ബാങ്ക് ഓഫ് ബംഗാൾ 1806 വന്നു, ബാങ്ക് ഓഫ് ബോംബെ 1840 വന്നു, ബാങ്ക് ഓഫ് മദ്രാസ് 1843 വന്നു. ദെൻ ഈ 3 ബാങ്കുകളും കൂടി ചേർന്നുകൊണ്ട് ഇമ്പീരിയൽ ബാങ്ക് 1921 ഫോം ചെയ്യപ്പെട്ടു. ഇമ്പീരിയൽ ബാങ്ക് 1921 ഫോം ചെയ്യപ്പെട്ടു. ദെൻ ഈ ഇമ്പീരിയൽ ബാങ്ക് 1955 നാഷണലൈസ് ചെയ്യപ്പെട്ടു. എന്നിട്ട് SBI എന്ന് പറയുന്ന ബാങ്ക് ഫോം ചെയ്യും. ഇന്ന് കാണപ്പെടുന്ന SBI ഫോം ചെയ്തൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു നോളജ് ആണ്. ആദ്യകാലത്ത് പ്രസിഡൻസി ബാങ്ക്, ഈ 3 ബാങ്കുകളായിരുന്നു പ്രസിഡൻസി ബാങ്കുകൾ ഉണ്ടായിരുന്നത്. ഈ പ്രസിഡൻസി ബാങ്കുകൾ ഇമ്പീരിയൽ ബാങ്കിലേക്ക് മാറി. ഇമ്പീരിയൽ ബാങ്ക് ലേറ്റർ ഇറ്റ് ഈസ് മൂവ് ഓൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതിന്റെ ഇയറുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്റ്റുകൾ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. UGC NET JRF കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഇപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. 10 ഡേ ക്രാഷ് കോഴ്സ് ആണ്. ഈ മാസത്തെ 10 ഡേ ക്രാഷ് കോഴ്സ് ആണ്. ഇത് കഴിഞ്ഞ പാടെ തന്നെ ജനറൽ പേപ്പറിന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകും. അതുപോലെ തന്നെ അടുത്ത മാസം ജൂലൈ ആഗസ്റ്റ് മാസത്തിലും ക്രാഷ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യും. വേറൊരു ഇനീഷ്യേറ്റീവ് ടൈപ്പ് അടുത്ത മാസവും ഉണ്ടാവും. അപ്പം തന്നെ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് നിങ്ങൾ ഈ ചാനൽ എത്തിക്കുക. ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ പങ്കാളികളാവുക. UGC NET JRF കൊമേഴ്സ് നിങ്ങൾ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഉടനെ തന്നെ നാളെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.